29ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്കുള്ള സംഘാടക സമിതിയെ രൂപീകരിച്ചിട്ടുണ്ട്. ഡിസംബർ 13 മുതൽ 20 വരെ 15 തിയേറ്ററുകളിലായിട്ടാണ് മേള നടക്കുക. ഈ മാസം 20 മുതൽ ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ ആരംഭിക്കും. അപ്പോൾ ഡേറ്റുകളൊക്കെ കൃത്യമായി നോട്ട് ചെയ്തോ. സിനിമാ പ്രേമികൾക്ക് നല്ല ഒരു ചാൻസ് ആണ് വരാൻ പോകുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ രക്ഷാധികാരി, സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഫെസ്റ്റിവൽ പ്രസിഡന്റ്, സാംസ്കാരിക വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ കോബർഗഡെ ചീഫ് കോർഡിനേറ്ററായും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ കോർഡിനേറ്ററുമായുള്ള സംഘാടക സമിതിക്കാണ് രൂപം കൊടുത്തത്. ഫെസ്റ്റിവൽ ക്യൂറേറ്ററായി ഗോൾഡ സെല്ലത്തെ ചുമതലപ്പെടുത്തി. ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി സി അജോയിയാണ് സംഘാടക സമിതി പാനൽ അവതരിപ്പിച്ചത്. തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ നടന്ന യോഗം സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. മേളയിൽ 4 വനിതാ സംവിധായകരുടെയും 8 നവാഗത സംവിധായകരുടെയും ചിത്രങ്ങളുള്ളത് പ്രത്യാശ പകരുന്ന കാര്യമാണെന്ന് മന്ത്രി പറഞ്ഞു. ഇത്തവണ ഈ ഭാഗത്തിൽ 4 വനിതാ സംവിധായകരുടെ സാന്നിധ്യമുണ്ടെന്ന വസ്തുത ആശാവഹമാണ്. ക്യാമറയ്ക്ക് പിന്നിലും സാങ്കേതിക വിഭാഗങ്ങളിലും സ്ത്രീ സാന്നിധ്യം വർദ്ധിച്ചു വരുന്നു എന്നതും അവർ തങ്ങളുടേതായ ഇടം മലയാള സിനിമയിൽ അടയാളപ്പെടുത്തുന്നുവെന്നും അടിവരയിട്ട് പറയുന്നതായി ഇന്ദുലക്ഷ്മിയുടെയും ശോഭന പടിഞ്ഞാറ്റിൻ്റെയും ശീലഞ്ജലിയുടെയും ആദിത്യ ബേബിയുടെയും സിനിമകൾ സൂചിപ്പിക്കും. ഇത്തവണത്തെ ചലച്ചിത്രമേളയിൽ സർക്കാർ നയത്തിന്റെ ഭാഗമായി മറ്റു പാക്കേജുകളോടൊപ്പം വനിതകളുടെ സിനിമകളുടെ പ്രത്യേക പാക്കേജും ഉൾപ്പെടുത്തും. 29ാമത് IFFKയുടെ ലോഗോ മന്ത്രി സജി ചെറിയാൻ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ നൽകി പ്രകാശനം ചെയ്തു. KSFDC ചെയർമാൻ ഷാജിയൻ കരുൺ ഉൾപ്പെടെ നിരവധി പേർ സ്വാഗത സംഘ രൂപീകരണ യോഗത്തിൽ പങ്കെടുത്തു. കമ്മിറ്റിയിൽ പങ്കെടുത്തവർ പലവിധ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. മുൻ വർഷത്തെ പോലെ ഡെലിഗേറ്റുകൾക്ക് റിസർവേഷൻ സൗകര്യമുണ്ടായിരിക്കും. ആകെ സീറ്റിന്റെ 60% റിസർവ്ഡ് പാസുകൾ. 15 വേദികളിലായി 180 സിനിമകളാണ് ഇത്തവണത്തെ മേളയുടെ ഹൈലൈറ്റ്. 24 തിരുവനന്തപുരം.